യൂറോകപ്പിലെ ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ ജോർജിയയെ പരാജയപ്പെടുത്തി തുർക്കി. 3-1 തകർപ്പൻ വിജയമാണ് തുർക്കി സ്വന്തമാക്കിയത്. തോൽവിയിലും തല ഉയർത്തി നിൽക്കാൻ ജോർജിയയ്ക്കായി. യൂറോകപ്പ് പോരാട്ടത്തിൽ കന്നിക്കാരായ ജോർജിയയുടെ പോരാട്ടവീര്യം മറികടന്ന് തുർക്കി. 1-3 ഗോളുകൾക്കായിരുന്നു തുർക്കിയുടെ ജയം. 25-ാം മിനിറ്റിൽ മേർട്ട് മൾഡറുടെ ഗോളിൽ തുർക്കി മുന്നിലെത്തി. എന്നാൽ ആ ഗോളിന് അധികം ആയുസുണ്ടായിരുന്നില്ല. 32-ാം മിനിറ്റിൽ ജോർജ് മിക്കൌഡൌട്ട്സയിലൂടെ ജോർജിയ ഒപ്പമെത്തി. എന്നാൽ 65-ാം മിനിറ്റിൽ 19-കാരൻ ആർദെ ഗുലർ നേടിയ കിടിലനൊരു ലോങ് റേഞ്ചിൽ തുർക്കി വീണ്ടും ലീഡെടുത്തു. ഇഞ്ചുറി ടൈമിൽ സമനില ഗോളിനായുള്ള ജോർജിയയുടെ ശ്രമത്തിനിടെ മുഹമ്മദ് കേരം ആക്ടർകോലുവിലൂടെ 3-ാം ഗോളും ജയവും തുർക്കി സ്വന്തമാക്കി. കളിയുടെ തുടക്കം മുതൽ തന്നെ ഇരു ടീമും ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ വേഗത്തിൽ ഒത്തിണക്കം കാണിച്ച തുർക്കി പെട്ടെന്ന് തന്നെ ആദ്യ പകുതിയിലെ ആക്രമണങ്ങളിൽ ആധിപത്യം നേടി. തുർക്കി ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ ജോർജിയ തങ്ങളുടെ ബാക്ക് ലൈൻ ഒന്നുകൂടി ശക്തമാക്കി. 91-ാം മിനിറ്റിൽ സമനില പിടിക്കാൻ ലഭിച്ച സുവർണാവസരവും ജോർജിയയ്ക്ക് മുതലാക്കാനായില്ല. നിർഭാഗ്യം വീണ്ടും ജോർജിയയുടെ വില്ലനായി. ഇതോടെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ 3-1 ജയം തുർക്കിക്ക് സ്വന്തം. സ്പോർട്സ് ഡെസ്ക്, ജനം.